അധികാരി അധികാരി അങ്ങ് ഉത്തരം നൽകാത്തത് എന്താണ് അധികാരി? അധികാരി എന്താ ഇവിടെ നടക്കുന്നത്? എന്താ ഇവിടെ? എന്താ ദേവദത്തനും മറ്റുള്ളവരൊക്കെ ഇവിടെ? എന്താ എന്താ സംഭവിച്ചത്? അതാ നമ്മുടെ ഭവനത്തിൽ ഇന്ന് ഇതുവരെ അടുപ്പ് കത്തിച്ചിട്ടില്ല. കഴിക്കാൻ അല്പം ഭക്ഷണം പോലും നമ്മുടെ ഭവനത്തിലില്ല. ഒന്നും കഴിക്കാതെ അദ്ദേഹം ഉറങ്ങിയല്ലോ. എന്തിനാ ഉറങ്ങിയത്? ഇതെന്താ സംഭവിച്ചത്? കുറച്ചു മുൻപ് അദ്ദേഹം നിന്റെ കൂടെയല്ലേ വന്നത്? പിന്നെ എങ്ങനെ വന്നത്? എന്തുകൊണ്ടാണ്? എനിക്ക് മറുപടി തന്നേ പറ്റൂ. മറുപടി നൽകൂ. ഇല്ല ഇല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഇല്ലില്ല, നിന്റെ പിതാവിന് യാതൊന്നും സംഭവിക്കില്ല. അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കില്ല. വിഷമിക്കേണ്ട ദേവദത്ത, നിന്റെ പിതാവിന് ഒന്നും സംഭവിക്കില്ല. നീ എന്തെങ്കിലും മറുപടി പറയൂ. എന്താ ഒന്നും മിണ്ടാത്തത്? ദേവദത്ത, നിനക്ക് എന്താ പറ്റിയത്? ശരിക്കും എന്താണ് ഇവിടെ ഉണ്ടായത്? എന്നോട് പറയൂ. എനിക്ക് മറുപടി നൽകൂ. എല്ലാവരും എന്താണ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? എന്താണ് ഇവിടെ ഉണ്ടായതെന്ന് ആരും എന്താ തുറന്നു പറയാത്തത്? എന്തെങ്കിലും ഒരു മറുപടി നൽകൂ. ആരെങ്കിലും എന്നോട് മറുപടി പറയൂ. അധികാരിക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, എന്റെ അധികാരിക്കൊന്നും സംഭവിക്കില്ല. അദ്ദേഹം ഉറങ്ങുകയായിരിക്കും. ആർക്കാണ് ഇത്രയ്ക്കും ധൈര്യമുണ്ടായത്? എന്റെ അധികാരിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുത്തി വെക്കാൻ ആർക്കാണ് ധൈര്യമുണ്ടായത്? അതിനുള്ള പരിഹാരമാണ് കണ്ടെത്തേണ്ടത്. അത് മറ്റാരുമല്ല മാതേ, രൂപനഗരത്തിലൊരു രാജഭടനാണ്. രൂപനഗരത്തിലെ രാജഭടനാണെന്നോ? രാജഭടൻ? രാജഭടൻ? ഒരു രാജഭടൻ? ഒരു സാധാരണ രാജസേവകൻ അധികാരി വൈദ്യനെ എന്തിനായിരുന്നു? നമ്മുടെ തെറ്റെന്തായിരുന്നു? ആരുടെ ആജ്ഞപ്രകാരമാണ് നമ്മുടെ അധികാരിയെ അയാൾ വധിച്ചത്? ആരുടെ ആജ്ഞപ്രകാരമാണ്? നമുക്കുറച്ച വിശ്വാസമുണ്ട്. ഈ ഹാരം ഉപഹാരമായി നൽകി ആ രാജഭടനെ ഇവിടേക്ക് അയച്ചതായിരിക്കണം. ഇതിനു വേണ്ടി അധികാരിയെ വധിച്ചത്. ഇത് മഹാരാജൻ വിക്രമദേവന്റെ സ്വർണഹാരമാണ്. ഈ ഹാരത്തിൽ രാജമുദ്രയുണ്ട്. ഇത് നോക്കിയാലോ? മഹാരാജൻ വിക്രമദേവന്റെ വിജയ ചിഹ്നം ഈ ഹാരത്തിന് പുറത്തുണ്ട്. എന്തിനാ ഇത് ചെയ്ത്? ഇതെന്താണ്? ഇത്രയും മേഘങ്ങൾ എവിടെ നിന്നാണ് വന്നത്?
ഇല്ല. പിതാശ്രീ, ജോഡില, നാം ഇതാ വരുന്നു. നാം വരുന്നു പുത്രി. നിനക്കൊന്നും സംഭവിക്കില്ല. ഒന്നും സംഭവിക്കില്ല പുത്രി നിനക്ക്. പിതാശ്രീ, ഇതെന്താണ്? എന്താണ് നാം ഇപ്പോൾ കണ്ടത്? പിതാശ്രീയെ കുറിച്ച് ഈ അശുഭ സ്വപ്നം എന്തുകൊണ്ടാണ് കണ്ടത്? പ്രഭാതത്തിൽ കാണുന്ന സ്വപ്നം ഫലിക്കുമല്ലോ. പിതാശ്രീ സുരക്ഷിതനായിരിക്കുമോ? ഇല്ലില്ല, ഇതെല്ലാം അസത്യമാണ്. ഇതെല്ലാം അസത്യമാണ്. പിതാശ്രീ, 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 പിതാശ്രീ. അല്ലയോ ഭഗവാനെ, നമ്മുടെ പിതാശ്രീക്ക് ഒന്നും സംഭവിക്കരുത്. അതുപോലെ ഈ സ്വപ്നം അസത്യമായി തീരണം. അങ്ങ് എവിടേക്കാണ് പോയത്? അഥവാ പിതാശ്രീക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നാം പിന്നീട് ജീവിച്ചിരിക്കില്ല. പിതാശ്രീ, പിതാശ്രീ.